അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, ഈ പ്രതിഷേധത്തിന് അവഹേളനമാണോ മറുപടി എന്നൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഭരണപക്ഷത്തെ ഒരംഗം പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നതായിരുന്നു ഇന്ന് മന്ത്രി എം പി രാജേഷിന്റെ ന്യായീകരണം. അതൊരു ശരിയായ ന്യായീകരണമാണോ? പേര് പറഞ്ഞില്ലെങ്കിൽ എന്താ, പേരില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ പൊക്കക്കുറവ് കൊണ്ടും, പൊക്കക്കുറവെന്നാൽ ആരോഗ്യക്കുറവാണെന്നും ആരോഗ്യക്കുറവുള്ളവർ സഭയിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്നും ഉള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് കേരളം മുഴുവൻ കേട്ടതല്ലേ? ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം ഇന്ന് കേരള നിയമസഭയിൽ നടന്നത് ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഇടപെടലായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നോ പ്രതിപക്ഷം ഇന്നും ഇന്നലെയും ഒക്കെ സഭയിൽ പെരുമാറിയത്? അവരിന്ന് സഭയിൽ വന്നത് എന്തിനാണ്? പ്രതിഷേധിക്കാൻ മാത്രമാണോ? അങ്ങനെ പ്രതിഷേധിക്കാനാണെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു വശത്ത് നിന്നിരുന്നവർ ഇരച്ച് വീണ്ടും സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന വഴിയിലേക്ക് പോയത് എങ്ങനെയാണ്? സഭ തുടങ്ങുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് അവിടെ വാച്ച് ആൻഡ് വാർഡ് ഉണ്ടായിരുന്നേയില്ല സഭയിൽ. എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ നജീബ് അത് കണ്ടതല്ലേ? വാച്ച് ആൻഡ് വാർഡ് ആരുമില്ലാതെയാണ് സഭ സാധാരണ പോലെ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച സഭയിലേക്ക് ആരാണ് ഡയസിലേക്ക് പാഞ്ഞെടുത്തത്? അങ്ങനെ പാഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും സഭയുടെ ചട്ടങ്ങളുടെയും സഭാ പ്രവർത്തനത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലല്ലേ വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? ഇന്നലെ സ്ത്രീകൾ, വാച്ച് ആൻഡ് വാർഡായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കിടയിലേക്ക് തള്ളിക്കയറുകയാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്തു. പറഞ്ഞത് അതിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ അദ്ദേഹം നൽകുകയും ചെയ്തു. കാരണം അത്രമാത്രം ശരീരം കൊണ്ട് ദുർബലരായ മനുഷ്യർ ഇങ്ങനെ ആക്രമിക്കുന്നത് നിയമസഭാ അംഗമെന്ന പരിരക്ഷയുടെ ഭാഗമായിട്ടാണ്. അത്തരം ഒരു പരിരക്ഷ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞില്ല. ആരോഗ്യക്കുറവെന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രി വ്യാഖ്യാനിക്കുക? എന്താണ് അതിന്റെ അർത്ഥം? അല്ല, വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബോധ്യത്തിൽ പറഞ്ഞതാണല്ലോ. അല്ല, ആ ബോധ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഇത്രയും ഒന്നിൽ കൂടുതൽ ഒരാളെയല്ല വനിതാ വാച്ച് ആൻഡ് വാർഡ് ഉൾപ്പെടെയുള്ള വനിതാ വാച്ച് ആൻഡ് വാർഡിനെ പുരുഷ MLA-മാര് അവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും അവരെ ഒരു തരത്തിൽ അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന സഭയുടെ നാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണം നടത്താൻ ഇടയായ സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അത്തരം പ്രതികരണം ഇതിനു മുമ്പ് നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള വ്യത്യസ്തമാർന്ന പ്രതികരണങ്ങൾ മാറിയ കാലത്ത് ഉയർന്നു വന്ന ശീലങ്ങളുടെ, രീതികളുടെ, പഴഞ്ചൊല്ലുകളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അത്തരം പഴയ പഴഞ്ചൊല്ലുകളൊന്നും ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എങ്കിലും അറിയാതെ അത് പറഞ്ഞു പോകുന്നുണ്ട് പലരും. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വാഭാവികമായും അതിനെയൊക്കെ തിരുത്തുകയും ആധുനിക ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഷയും രീതിയും ഒക്കെ സ്വീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇടതുപക്ഷവും. അതിലൊന്നും ഒരു നിലയിലുള്ള അഹങ്കാരത്തിന്റെ സ്വരവുമില്ല. അവരാളെയും ഇന്നലെ പകലായിരുന്നില്ലേ ആ പ്രതികരണം? ഇന്നേക്കിപ്പോൾ രാത്രിയായില്ലേ? അതെ, ഇന്നത്തെ രാത്രിയോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു MLA-യെ പറഞ്ഞതല്ല. അത്തരത്തിൽ ചെയ്യുന്ന രീതിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് നമ്മളെല്ലാം കേൾക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയാനിടയായിട്ടുള്ള സാഹചര്യം അതൊരാളുടെ ആരോഗ്യക്കുറവിനെയും പൊക്കക്കുറവിനെയും അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, സഭയുടെ പരിരക്ഷ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അക്രമങ്ങളും കാണിക്കുന്നത് എന്നാണ് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല. എന്റെ അഭിപ്രായം സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്രേ. കാണുമ്പോൾ അത് അറിയാം. എന്നിട്ട് സഭയുടെ പരിരക്ഷ വെച്ച് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ രാജീവ് കാന്തപുരം, അങ്ങ് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചോ? പ്രത്യേകിച്ച് വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ? അല്ല, ഞാൻ സ്മൃതി ഒരു വളരെ ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, ഇത് മാത്രമാണ് എനിക്ക് പ്രേംകുമാറിൽ നിന്ന് വേണ്ടത്. എന്താ വെച്ചാൽ, ഇത് ശരിയാണോ തെറ്റാണോ? മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ടങ് സ്ലിപ്പായി പറഞ്ഞു പോയ ഒരു കാര്യമല്ല. അദ്ദേഹം ഉപയോഗിച്ച ഒരു അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ഉദ്ധരണിക്ക് അദ്ദേഹം തന്നെ കുറച്ചുകൂടി വ്യാഖ്യാനം നൽകുകയാണ്. എന്താ വെച്ചാൽ, ഉയരം കുറഞ്ഞ ഒരാൾ
അയാളുടെ ശരീരശേഷി ഇതിനൊക്കെ പറ്റുമോ എന്ന് പോലും ആലോചിക്കാതെ നിങ്ങൾ നോക്കൂ, എത്ര കൃത്യതയോടെ ഒരു ബോഡി ഷെയിം നടന്നു. ആ ബോഡി ഷെയിം ശരിയോ തെറ്റോ, ഇതിന് മാത്രം പ്രേം ഉത്തരം പറഞ്ഞാൽ മതി. ശ്രീ പ്രേംകുമാർ, അങ്ങേക്ക് പറയാം. ഞാൻ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കാം നമുക്കെന്നേ. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ വരട്ടെ, മുഖ്യമന്ത്രി തന്നെ ഇനിയും സഭയുടെ ഭാഗമായി വരുമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇതുവരെ തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, അത് പാർലമെന്ററി കാര്യമന്ത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ കാര്യമന്ത്രി രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ന്യായീകരിച്ചൊരു രീതി ഉണ്ടായിരുന്നു, പരസ്പരം അഭിസംബോധന ചെയ്ത ഒരു രീതി. ആ രീതിയെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് അതെന്താണ് സഭയ്ക്കകത്തെ കുറിച്ച് പറയുമ്പോൾ, സഭയ്ക്കകത്തുണ്ടായ പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ എണ്ണി എടുക്കാംന്നേ. പറഞ്ഞോട്ടെ ഞാനിവിടെ പറഞ്ഞു വന്ന പൊളിറ്റിക്സിനോട് വിരക്തി തോന്നുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. AI ക്യാമറ വന്നപ്പോ അതിനെ മുറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില്. നജീബിന് അറിയില്ലേ? അങ്ങനെന്താ പറഞ്ഞു വരുന്നത്? അത് വിഷയത്തിലേക്ക് ധാരാളം അല്ല, വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ സംബന്ധിച്ച് അതെ, അത് ഒരു കുഴപ്പമില്ല, അതിലൊരു കുഴപ്പവും കാണുന്നില്ല. പത്രസമ്മേളനത്തിനിടയിൽ KPCC പ്രസിഡന്റായിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് വരാൻ അല്പം വൈകിയപ്പോ അദ്ദേഹം മൈക്കിലൂടെ പറയാണ്, അതെ AI ക്യാമറ വരുമ്പോ അതെ AI ക്യാമറ അത് പൊളിറ്റിക്സിനോട് വിരക്തി തോന്നാനും ആധുനിക കേരളത്തിന് അനുസൃതമായിട്ടുള്ള ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഇടപെടലാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, എങ്ങനെയാണ് ചീഫ് മാർഷലിന് പരിക്ക് പറ്റുന്നത്? ചീഫ് മാർഷൽ അവിടെ പ്രതിപക്ഷാംഗങ്ങൾ ഇരിക്കുമ്പോ അവിടെ ഒന്ന് ആക്രമിച്ചതാണോ? കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ അല്ലല്ല ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ചില MLA-മാർക്കെതിരെ ജാമ്യമില്ല കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പരിക്കില്ല എന്ന് തെളിഞ്ഞു. ആ കേസ് പിൻവലിക്കേണ്ടി വന്ന ഒരു കഥ കൂടിയുണ്ട്. അതുകൊണ്ട് ഇത് ഭരണപക്ഷത്ത് പറയുന്നൊരു വാദമായിട്ട് കേൾക്കാൻ പറ്റുകയുള്ളൂ. കാരണം അതിന് തെളിവ് നമ്മുടെ മുന്നിലില്ല. ആ പരിക്ക് നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കിയോ? ഈ പറയുന്നത് ഞാൻ പറയട്ടെ, പ്രേംകുമാർ ഇരുന്നതിനേക്കാളും തിരുവനന്തപുരത്ത് തന്നെയല്ലേ അദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ളത്? നജീബിനും അവിടെ പോവാം. മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ചെയ്യുന്നൊക്കെ ഒരു രീതിയാണല്ലോ. മെഡിക്കൽ റിപ്പോർട്ട് കള്ളാണോ? അദ്ദേഹത്തിന് ഒരു പരിക്കും പറ്റിയിട്ടില്ലേ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് കാര്യം ചോദിക്കാനോ അന്വേഷിക്കാനോ? മാത്രമല്ല ചീഫ് മാർഷല് ഞാൻ പറഞ്ഞത് ചീഫ് മാർഷൽ തന്നെ മാറി. അതേ ചീഫ് മാർഷലാണ്. അതുകൊണ്ട് ഒരാൾ ചീഫ് മാർഷലായിരിക്കുന്ന ഒരാള് കള്ളം മാത്രമേ പറയൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ്. ചീഫ് മാർഷലായിട്ട് നിൽക്കുന്ന ഒരാള് കള്ളം മാത്രമേ പറയൂ എന്ന മുൻവിധിയോടുകൂടി പറയാണ്. ശരി, നജീബ് കാന്തപുരം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞോട്ടെ. ചീഫ് മാർഷൽ പരിക്ക് പറ്റി അദ്ദേഹം ഇറങ്ങുന്നുണ്ടോ? ഒന്ന് അദ്ദേഹം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്മൃതി, എനിക്കൊരൊറ്റ ഉത്തരേ അറിയേണ്ടതുള്ളൂ. കാരണം കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരാണ്. മുഖ്യമന്ത്രിയുടെ ഈ ബോഡി ഷെയ്മിങ്, വളരെ പ്രകടമായ ബോഡി ഷെയ്മിങ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ കടകംപള്ളി നടത്തിയ ബോഡി ഷെയ്മിങ്, ഇന്ന് ചിത്തരഞ്ജൻ MLA നടത്തിയ ബോഡി ഷെയ്മിങ്, ഈ ബോഡി ഷെയ്മിങ്ങിനോട് CPM ഇടതുപക്ഷ MLA-മാരും യോജിക്കുന്നുണ്ടോ? ഈ യോജിക്കുന്നുണ്ടെങ്കിൽ കേരളം ഭയപ്പെടണം. കാരണം ഇന്ന് നമ്മൾ ആർജിച്ചു എന്ന് പറയുന്ന സകല നേട്ടങ്ങളെയും നിരാകരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണത്. ആ മാനസികാവസ്ഥ പുതിയ തലമുറക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബോഡി ഷേമിംഗ് നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. ശരി, ബോഡി ഷേമിംഗ് നടത്താൻ പാടില്ല. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റല്ലേ? അത് മുഖ്യമന്ത്രി പറയാൻ പാടുള്ളൂ. CPM-ന്റെ നിലപാട്. ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും
ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ബോഡി ഷെയ്മിംഗ് പാടില്ല. എന്താണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM സംശയം ആ കാര്യത്തിലില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ CPM തിരുത്തോ? അതെ, ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ബോഡി ഷെയ്മിംഗ് നടത്തുക എന്നത് ബഹുമാനായ മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM തയ്യാറാവോ? അത് പാടില്ലാത്തത് തന്നെയാണ്. അപ്പോൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ശരിയല്ലാത്തതാണ്. തിരുത്തുമോ ശ്രീ പ്രേംകുമാർ? സ്വാഭാവികമായി എന്താ തിരുത്താൻ? തെറ്റുപറ്റിയാ തിരുത്തുന്നതിലൊന്നും ഒരു പ്രയാസവും. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നിയമസഭയ്ക്കകത്ത്. നമുക്ക് എന്താ പറ്റിയ തെറ്റുപറ്റിയാ തിരുത്താൻ പ്രശ്നം? മുഖ്യമന്ത്രി തിരുത്തുമോ? ആരായാലും. അപ്പൊ രണ്ട് കാര്യം ഈ ചർച്ചയിൽ സ്മൃതി, എനിക്ക് 2 മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ചീഫ് മാർഷലിന് പരിക്കേറ്റത് നിങ്ങളിലെ 3 MLA-മാർ പരിക്കേൽപ്പിച്ചത്. ഞാൻ ഒറ്റ കാര്യത്തോട് പറയാം. ഏതായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രേംകുമാറിനെ പോലെയുള്ള പുതിയ തലമുറയിലെ ഇടതുപക്ഷ MLA-മാരെങ്കിലും ഇത് തെറ്റാണ്, ഇത് ശരിയായില്ല, ഇത് തിരുത്തേണ്ടതാണ്, CPM ഇത് തിരുത്തിക്കുമെന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് പറയേണ്ടത്. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചീഫ് മാർഷൽ, ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ എന്തെല്ലാം ആറാട്ട് കണ്ടവരാണ് നമ്മൾ. എന്തെല്ലാം ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം നിയമസഭയിൽ കാണിച്ച കൂത്താട്ടം. അതെല്ലാം കേരള സമൂഹം കണ്ടതല്ലേ? എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കണ്ടു, എന്തെല്ലാം ആക്രമണങ്ങൾ കണ്ടു. ഇന്ന് ചീഫ് മാർഷൽ ഈ പ്രശ്നം മുഴുവൻ തീരുന്നവരെ ഞങ്ങൾ ഒരു 2 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. സ്മൃതി, അദ്ദേഹം പുഞ്ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു, അദ്ദേഹം ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ആ ചിരി കണ്ടിട്ട് മഞ്ഞളാംകുഴി അലി MLA അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആളെ കളിയാക്കുന്ന ചിരിയും ചിരിച്ചോണ്ട് നിൽക്കുന്നത്? ഇങ്ങനെ ഒരാൾ പൊടുന്നനെ ഈ സഭയിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ രോഗിയായി മാറുന്നു, ആസ്പത്രിയിൽ എത്തുന്നു, അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുന്നു, അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പൊ നിലനിൽക്കുന്നു എന്ന് പോലും സംശയത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഞങ്ങൾ ആക്രമിച്ചിട്ടല്ല. ആരാണ് ആക്രമിച്ചത് എന്ന് അവിടെ CCTV ഉണ്ടല്ലോ. CCTV മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ ബഹുമാന്യനായ സ്പീക്കർ തയ്യാറാകണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.